വർഷങ്ങളായി മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരാഗ്രഹം. ഒരു ദിവസം അത് നിങ്ങളുടെ ജീവിതമാകുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. കാരണം ഇതൊരു ചെറിയ ആഗ്രഹമല്ല, നിങ്ങൾ സ്വപ്നം കാണുന്ന ഒരു ജീവിതമാണ്. സാമ്പത്തിക സ്വാതന്ത്ര്യമാകാം, കരിയർ, റിലേഷൻഷിപ്പ്, സ്വന്തമായ ഒരു വീട്, അല്ലെങ്കിൽ ഇന്നത്തെ ജീവിതത്തിൽ നിന്ന് തന്നെ വളരെ വ്യത്യസ്തമായ ഒരു ജീവിതം. ഇത്രയും നാളായി ആ സ്വപ്നം നിങ്ങളുടെ ഉള്ളിലുണ്ട്. എവിടെയോ ഒരു വിശ്വാസവും ഒരു ദിവസം ഞാൻ അവിടെ എത്തും. പക്ഷേ ഇടയ്ക്കിടെ നിങ്ങൾ ഇപ്പോഴുള്ള ജീവിതത്തിലേക്ക് നോക്കും. എത്ര നാളായി ഞാൻ ശ്രമിക്കുന്നു, പക്ഷെ ജീവിതം ഇപ്പോഴും അതുപോലെ തന്നെ. ഇനിയും എത്ര നാൾ? അവിടെയാണ് പലരും അറിയാതെ മാനിഫെസ്റ്റേഷനെ വീണ്ടും വീണ്ടും ചെക്ക് ചെയ്യാൻ തുടങ്ങുന്നത്. മാനിഫെസ്റ്റേഷൻ ചെക്ക് ചെയ്യുന്നത് പുറത്തെ സാഹചര്യം നോക്കുന്നതിൽ മാത്രമല്ല. ഇപ്പോഴുള്ള ജീവിതം കണ്ടിട്ട് ഞാൻ ആഗ്രഹിക്കുന്നിടത്ത് ഇനിയും എത്തിയില്ല എന്ന തോന്നൽ വീണ്ടും വീണ്ടും വരുന്നതും ചെക്കിംഗ് തന്നെയാണ്. പുറത്തേക്ക് നോക്കുന്നത് പ്രശ്നമല്ല, പക്ഷേ അത് നിങ്ങളുടെ ഉള്ളിലെ ഫീലിംഗ് മാറ്റാൻ തുടങ്ങുമ്പോഴാണ് കാര്യം മാറുന്നത്. ഇവിടെയാണ് നെവിൽ ഗോഡാർഡ് പറഞ്ഞ ഒരു പ്രധാന ഐഡിയ മനസ്സിലാക്കേണ്ടത്. അസ്യൂം ദ ഫീലിംഗ് ഓഫ് ദ വിഷ് ഫുൾഫിൽഡ്. നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നടന്നുവെന്ന് ഇപ്പോൾ തന്നെ ഉള്ളിൽ അനുഭവിക്കുക. ഇനിയും കിട്ടാനായി കാത്തിരിക്കുന്ന ഫീലിംഗ് അല്ല, അത് നടന്നുവെന്ന ഉള്ളിലെ അനുഭവം. ഇത് എന്റേതാണ്. പക്ഷെ പുറത്തുള്ള സാഹചര്യങ്ങളിൽ തെളിവ് തേടാൻ തുടങ്ങുമ്പോൾ അറിയാതെ ഉള്ളിലെ ഫീലിംഗ് മാറുന്നു. ഇതെപ്പോഴാണ് എനിക്ക് കിട്ടുന്നത്? വാക്കുകളിൽ ചെറിയ വ്യത്യാസം മാത്രം, പക്ഷെ ഉള്ളിലെ ഫീലിംഗ് മുഴുവൻ മാറുന്നു. ഒന്ന് ഉണ്ടായതിൻ്റെ ഫീലിംഗ്, മറ്റൊന്ന് ഇനിയും ലഭിച്ചിട്ടില്ല എന്ന ഫീലിംഗ്. പുറത്തെന്തെങ്കിലും മാറിയാൽ മാത്രമേ എനിക്കുള്ളിൽ വിശ്വസിക്കാൻ കഴിയൂ എന്ന നിലയിലേക്ക് മൈൻഡ് പോയാൽ, പുറത്ത് നല്ലൊരു മാറ്റം കണ്ടാൽ കോൺഫിഡൻസ് വരും. കുറച്ചു ദിവസം ഒന്നും മാറാതെ പോയാൽ ഡൗട്ട് തിരികെ വരും. അപ്പോഴാണ് നെവിൽ പറഞ്ഞ ഈ ലൈൻ യഥാർത്ഥത്തിൽ മനസ്സിലാകുന്നത്. ഫോർ സൈൻസ് ഫോളോ, ദേ ഡു നോട്ട് പ്രൊസീഡ്. ആദ്യം തെളിവ് കിട്ടിയിട്ട് വിശ്വസിക്കാമെന്നല്ല, ആദ്യം ഉള്ളിൽ നിങ്ങൾ എന്താണ് സ്വീകരിക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ടത്. തെളിവ് അതിന് പിന്നാലെയാണ് വരുന്നത്. എന്നിട്ടും മൈൻഡ് പറയും, പുറത്തൊരു ചെറിയ ഉറപ്പ് കിട്ടിയാൽ ഞാൻ കൂടുതൽ വിശ്വസിക്കാം. ഫിനാൻഷ്യൽ ഫ്രീഡമാണ് ഡ്രീമെങ്കിൽ ഒരു നല്ല മാസം വന്നാൽ കോൺഫിഡൻസ് കൂടും. പക്ഷെ അടുത്ത മാസം പ്രതീക്ഷിക്കാത്തൊരു ചെലവ് വരുന്നു. മൈൻഡ് ഉടനെ പറയും, ഇത്ര നാളായിട്ടും ഞാൻ ഇവിടെ തന്നെയല്ലേ. അപ്പോൾ നിങ്ങൾ ബാങ്ക് ബാലൻസ് മാത്രം കാണുന്നില്ല, അതിനെ നോക്കി നാളെയും ഇങ്ങനെ തന്നെയാകും എന്ന് മൈൻഡ് തീരുമാനിക്കാൻ തുടങ്ങും. കരിയറിലും ഇതേ കാര്യം നടക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്നിടത്ത് മറ്റൊരാൾ എത്തുന്നത് കാണുമ്പോൾ സ്വന്തം ജീവിതത്തിലേക്ക് നോക്കും. അവരവിടെ എത്തി, ഞാൻ ഇപ്പോഴും ഇവിടെ തന്നെ. എന്റെ ടേൺ എപ്പോഴാണ്? സുഹൃത്തെ, നാളെയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിശ്വാസം എവിടെ നിന്നാണ് വരുന്നത്? ഉള്ളിൽ നിങ്ങൾ തീരുമാനിച്ചതിൽ നിന്നോ അതോ ഇന്ന് കാണുന്ന സാഹചര്യത്തിൽ നിന്നോ? ഇന്ന് കാണുന്നതിനെ ആശ്രയിച്ചാണ് നാളെയെക്കുറിച്ച് വിശ്വസിക്കാൻ തുടങ്ങുന്നതെങ്കിൽ നിങ്ങൾ വിട്ടുപോകാൻ ആഗ്രഹിക്കുന്ന പഴയ ജീവിതം തന്നെ നാളെയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിശ്വാസത്തെ നയിക്കും. ഇന്ന് കാണുന്ന സാഹചര്യം നിങ്ങളുടെ ആഗ്രഹത്തിന് വിരുദ്ധമായി തോന്നിയാലും അതുകൊണ്ട് ഉള്ളിൽ നിങ്ങൾ സ്വീകരിച്ച കാര്യം മാറ്റേണ്ടതില്ല. അതുകൊണ്ട് ഇതിന്റെ അർത്ഥം ഇനി ഒരിക്കലും ചെക്ക് ചെയ്യരുത് എന്നല്ല. നിങ്ങൾ വീണ്ടും ആ ദൂരം അളക്കാൻ തുടങ്ങുന്നത് തിരിച്ചറിയുക. ഇനിയും ഒന്നും മാറിയിട്ടില്ലല്ലോ എന്ന ചിന്ത വന്നാൽ അതിനെ മാറ്റാൻ പാടുപെടേണ്ട. ഒരു നിമിഷം തിരിച്ചറിയുക, ഞാനിപ്പോൾ ഇന്നത്തെ സാഹചര്യം നോക്കി നാളെ എന്താകുമെന്ന് തീരുമാനിക്കുകയാണ്. ഇന്നത്തെ സാഹചര്യം ഇന്ന് നിങ്ങൾ എവിടെയാണ് എന്ന് കാണിക്കും. പക്ഷേ നാളെ എവിടെ എത്തുമെന്ന് അത് തീരുമാനിക്കേണ്ടതില്ല. ഇതിനെ പുതിയൊരു ടെക്നിക് നോക്കേണ്ടതില്ല. മനസ്സിനെ ബലമായി മാറ്റാൻ ശ്രമിക്കേണ്ട. ഒരു നിമിഷം കണ്ണടച്ച് ചോദിക്കൂ, എന്റെ സ്വപ്നം ഇതിനകം നടന്നിരുന്നെങ്കിൽ ഞാൻ ഇപ്പോൾ ഉള്ളിൽ എങ്ങനെ ഫീൽ ചെയ്തേനെ? ആ ഫീലിംഗ് ഒരു നിമിഷം ഉള്ളിൽ അനുഭവിക്കൂ. ഡൗട്ട് വീണ്ടും വരും. ചിലപ്പോൾ നിങ്ങൾ വീണ്ടും ആ ദൂരം അളക്കും. പക്ഷെ ഇനി അത് സംഭവിക്കുമ്പോൾ നിങ്ങൾ തിരിച്ചറിയും, ഞാൻ വീണ്ടും പുറത്തുനിന്ന് ഉറപ്പ് തേടുകയാണ്. അടുത്ത തവണ ഇനിയും എത്ര നാൾ എന്ന ചിന്ത വന്നാൽ അതെന്തോ തെറ്റിപ്പോയതിന്റെ തെളിവാണെന്ന് കരുതേണ്ട. അത് നിങ്ങളെ ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ, പുറത്തുനിന്ന് ഉറപ്പ് തേടേണ്ടതില്ല. പെർസിസ്റ്റൻസ് എന്നത്
ഡൗട്ട് ഒരിക്കലും വരാതിരിക്കുക എന്നല്ല, ഡൗട്ട് വന്നാലും ആഗ്രഹം നടന്നുവന്ന ആ ഫീലിംഗ് വീണ്ടും ഉള്ളിൽ അനുഭവിക്കുക എന്നതാണ്. വർഷങ്ങളായി നിങ്ങൾ കൊണ്ടു നടക്കുന്ന ആ സ്വപ്നം, അതിനെ ഉപേക്ഷിക്കേണ്ടതില്ല. പക്ഷെ ഇനി ഓരോ ദിവസവും ഇന്നത്തെ ജീവിതവും ആ സ്വപ്നവും തമ്മിലുള്ള ദൂരം അളക്കേണ്ടതില്ല. ഇത്ര നാളായി അത് നടന്നിട്ടില്ലെന്ന് കരുതി ആ സ്വപ്നം ചെറുതാക്കേണ്ടതുമില്ല. വീണ്ടും ഇനിയും എത്ര നാൾ എന്ന ചിന്ത വന്നാലും അതിനുത്തരം കണ്ടെത്താൻ പുറത്തേക്ക് നോക്കേണ്ട. ഇതെപ്പോഴാണ് എനിക്ക് കിട്ടുന്നത് എന്ന കാത്തിരിപ്പിൽ നിന്ന് ഇതെന്റേതാണ് എന്ന ഉറപ്പിലേക്ക് വരാം. പുറത്തുനിന്ന് വീണ്ടും വീണ്ടും തെളിവ് തേടേണ്ട. ആ ഫീലിംഗ് ആദ്യം ഉള്ളിൽ സ്വീകരിക്കൂ. നിങ്ങൾ ഇത്രയും നാളായി കാത്തിരിക്കുന്ന ആ സ്വപ്നം വെറും സ്വപ്നമായി നിൽക്കില്ല. അത് നിങ്ങളുടെ ജീവിതമായി മാറുന്നത് കാണാം. മാനിഫെസ്റ്റേഷൻ, മൈൻഡ് സെറ്റ്, സൈക്കോളജി ഇവയെ ജീവിതത്തിൽ പ്രയോഗിക്കാവുന്ന രീതിയിൽ മനസ്സിലാക്കാൻ ബ്ലിസ്ഫുൾ അബണ്ടൻസ് ജേർണി സബ്സ്ക്രൈബ് ചെയ്യൂ. ശാന്തമായി വളരൂ. നിങ്ങളുടെ ഫലങ്ങൾ സംസാരിക്കട്ടെ. നന്ദി.